ത്രീസം ഒരേ സമയം രണ്ട് സ്ത്രീകളുമായിട്ട് സെക്സിൽ ഏർപ്പെടുന്ന ഒരു ലൈംഗിക പ്രവൃത്തി ലോകത്തിലെ തന്നെ ഒട്ടുമിക്ക പുരുഷന്മാരുടെയും ഒരു വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു രതി സ്വപ്നമാണ് ഈ ത്രീസം എന്ന് പറയുന്നത്. പക്ഷേ ഒട്ടുമിക്ക പുരുഷന്മാർക്കും ഈ ത്രീസം എന്ന് പറയുന്ന ലൈംഗിക പ്രവൃത്തി ഒരു സ്വപ്നമായിട്ട് തന്നെയാണ് നിലനിൽക്കാറുള്ളത്. പക്ഷേ ഇന്ന് പോണോഗ്രഫിയുടെ ഒരു വ്യാപകമായിട്ടുള്ള സ്വാധീനം വർദ്ധിച്ചു വന്നതോടുകൂടെ ഈ ത്രീസം എന്ന് പറയുന്ന ലൈംഗിക പ്രവൃത്തി ആളുകൾക്ക് കൂടുതൽ സ്വീകാര്യമാവുകയും അത് പ്രാവർത്തികമാക്കുന്നതിനെ പറ്റി ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ ഇന്ന് നമ്മളുടെ സമൂഹത്തിലുണ്ട്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് എന്നെ ഒരു വ്യക്തി ചേട്ടാ ഈ ത്രീസം എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് ചോദിച്ച് ഫോണിൽ വിളിക്കുകയുണ്ടായി. ഞാൻ ത്രീസത്തെ പറ്റി ചെയ്തൊരു വീഡിയോ കണ്ടതിന് ശേഷമായിരുന്നു ആ വ്യക്തി എന്നെ ഫോണിൽ വിളിച്ചത്. പക്ഷേ എന്നെ അതിശയിപ്പിച്ചത് അതായിരുന്നില്ല. ആ വിളിച്ച വ്യക്തി ഒരു സ്ത്രീ ആയിരുന്നു. ഈ ലൈംഗികതയിലുള്ള പുതുമയും വൈവിധ്യവും ഒക്കെ പുരുഷന്മാരാണ് ആഗ്രഹിക്കുന്നത് എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ഇപ്പോഴും ജീവിക്കുന്നത്. പക്ഷേ അതല്ല എന്ന് തെളിയിക്കുന്ന ഒരു സംഭാഷണമായിരുന്നു ഞാൻ ആ വ്യക്തിയുമായിട്ട് നടത്തിയത്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ ത്രീസം എന്ന് പറയുന്ന ലൈംഗിക പ്രവൃത്തി എല്ലാ വ്യക്തികൾക്കും പ്രാവർത്തികമാക്കാൻ പറ്റുന്ന ഒരു ലൈംഗിക പ്രവൃത്തിയാണോ എന്നും ഇനി പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെന്നും അതിന് സാധിച്ചില്ല എങ്കിൽ ഈ ത്രീസത്തിന്റെ അനുഭവം പങ്കാളികൾ തമ്മിൽ ക്രിയാത്മകമായിട്ട് സൃഷ്ടിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഈ ഒരു വിഷയത്തെപ്പറ്റി ഇന്ന് നമ്മളോടൊപ്പം സംസാരിക്കാൻ ചേരുന്നത് അമേരിക്കയിലെ പ്രശസ്ത ഇന്റിമസി കോച്ചും എഴുത്തുകാരിയും ലൈംഗിക കുറ്റവാളികളെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി ലോസ് ആഞ്ചലസിൽ ജോലി ചെയ്തിരുന്ന മുൻ ഡെപ്യൂട്ടി ഡിസ്ട്രിക്ട് അറ്റോർണിയുമായ റീന മാർട്ടിനാണ്. അമേരിക്കയിലെ നൂറുകണക്കിന് സ്ത്രീകൾക്ക് അവരുടെ ദൈനംദിന ജീവിതത്തിൽ നേരിടുന്ന ലൈംഗിക ബുദ്ധിമുട്ടുകൾക്ക് കൗൺസിലിങ്ങിലൂടെ പരിഹാരം നൽകുന്ന ഒരു വ്യക്തിയും കൂടെയാണ് റീന. നമസ്കാരം, എൻ്റെ പേര് സംഗീത് സെബാസ്റ്റ്യൻ. ഞാനൊരു സെക്ഷുവാലിറ്റി റൈറ്ററും സെക്സ് എഡ്യൂക്കേറ്ററുമാണ്. ഈ ലൈംഗിക വിദ്യാഭ്യാസം കേരളത്തിലും ഇന്ത്യയിലുമൊക്കെ സ്കൂളിലും കോളേജിലും മാത്രമല്ല നമ്മളുടെ സമൂഹം ആദരിക്കുന്ന ഡോക്ടർമാരുടെ മെഡിക്കൽ കരിക്കുലത്തിന്റെ ഭാഗമായിട്ട് പോലും ഇന്നുമില്ല എന്നുള്ള വസ്തുത സ്വന്തം ജീവിതാനുഭവത്തിൽ നിന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം തുടങ്ങിയ ഒരു പ്ലാറ്റ്ഫോമാണ് വിവോക്സ്. ചുരുക്കം പറഞ്ഞാൽ നിങ്ങൾ ഇന്ത്യയിലെ ഒരു ഡോക്ടർ ആയതുകൊണ്ടോ MBBSും MDയും ഒക്കെ നേടിയതുകൊണ്ട് മാത്രമോ ഒന്നും ലൈംഗികതയെ പറ്റി സംസാരിക്കുവാനോ ലൈംഗിക ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം നിർദ്ദേശിക്കുവാനോ ഒന്നും യാതൊരു യോഗ്യതയുമില്ല എന്ന് സാരം. നമ്മളുടെ സമൂഹത്തിലെ ഒട്ടുമിക്ക ഡോക്ടർമാരും ലൈംഗികതയെ പറ്റി സംസാരിക്കുന്നത് സയൻസ് അല്ല, കൾച്ചറും മതവിശ്വാസങ്ങളും ഒക്കെ ഉണ്ടാക്കിയ സദാചാരവും കെട്ടുകഥകളുമാണ്. വിവോക്സിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിലൊന്ന് ലോകത്തിലെ തന്നെ പ്രസിദ്ധരായിട്ടുള്ള സെക്സ് തെറാപ്പിസ്റ്റുകളെയും സെക്സോളജിസ്റ്റുകളെയും സെക്സ് റിസർച്ചേഴ്സിനെയും ഒക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. പക്ഷേ അത് സാധ്യമാകണമെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളുടെ സഹായം കൂടിയേ തീരൂ. കാരണം വിവോക്സ് വളരുന്നതിനനുസരിച്ച് ലോകത്തിലെ തന്നെ പ്രസിദ്ധരായിട്ടുള്ള എക്സ്പേർട്സുകളെ നിങ്ങളുടെ അടുക്കൽ കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ അല്ലേ? ഒരു സ്ത്രീയുടെയും പുരുഷന്റെയും ലൈംഗിക താല്പര്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ അവരുടെ വ്യക്തിത്വത്തിന്റെ ഭാഗമാണ്. നമ്മൾ ആരും തന്നെ നമ്മളുടെ സ്വകാര്യ ലൈംഗിക താല്പര്യങ്ങളോ ആഗ്രഹങ്ങളോ ഒന്നും നമ്മളുടെ പങ്കാളികളുമായിട്ട് പോലും ചർച്ച ചെയ്യാത്തത് കൊണ്ടാണ് ഈ ത്രീസം പോലെയുള്ള ലൈംഗിക പ്രവൃത്തികളെ പറ്റി ധൈര്യം കാണിച്ച് സംസാരിക്കുന്ന ആളുകൾ അത് പറയുമ്പോൾ നമുക്കത് കേൾക്കുന്നത് വൈകൃതമായിട്ടും അബ്നോർമലായിട്ടും ഒക്കെ അനുഭവപ്പെടുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ആദ്യത്തെ സത്യം ഒരു സ്ത്രീയുടെയും പുരുഷന്റെയും ലൈംഗിക ആഗ്രഹങ്ങളും താല്പര്യങ്ങളും എല്ലാം തന്നെ നോർമലാണ് എന്നുള്ളതാണ്. ആകെയുള്ള വ്യത്യാസം ആ ലൈംഗിക താല്പര്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ പ്രകടിപ്പിക്കാൻ അല്ലെങ്കിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നവരും ശ്രമിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസമാണ്. പഠനങ്ങൾ പ്രകാരം സ്വകാര്യ ലൈംഗിക ആഗ്രഹങ്ങൾ പരസ്പരം പങ്കുവയ്ക്കാൻ ധൈര്യം കാണിക്കുന്ന ദമ്പതികൾ അവരുടെ ദാമ്പത്യ ബന്ധത്തിൽ വളരെ സന്തുഷ്ടരായിരിക്കും എന്നാണ് സൂചിപ്പിക്കുന്നത്. പക്ഷേ നമ്മളുടെ സമൂഹത്തിലെ ഒട്ടുമിക്ക സ്ത്രീകളും അവരുടെ സ്വകാര്യ ലൈംഗിക ആഗ്രഹങ്ങളെ പറ്റി വളരെയധികം നാണക്കേടും കുറ്റബോധവും ഒക്കെ അനുഭവിക്കുന്ന വ്യക്തികളാണ്. എന്താണ് ഇതിൻ്റെ കാരണം? ഇതിനൊരു പ്രധാന കാരണമായിട്ട് റീന പറഞ്ഞത് നമ്മൾ ജീവിച്ചു വരുന്ന ആ ഒരു സമൂഹത്തിന് സ്ത്രീകളുടെ ലൈംഗികതയെ പറ്റിയുള്ള ഒരു കാഴ്ചപ്പാടാണ് എന്നായിരുന്നു. ഒട്ടുമിക്ക സമൂഹങ്ങളിലും ഒരു സ്ത്രീയുടെയും പുരുഷന്റെയും ലൈംഗിക താല്പര്യങ്ങളെയും ആഗ്രഹങ്ങളെയും ഒക്കെ രണ്ട് രീതിയിലാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾ അവരുടെ യഥാർത്ഥ ലൈംഗിക ആഗ്രഹങ്ങൾ മൂടി വയ്ക്കാനാണ് ശ്രമിക്കാറ്. പക്ഷേ ഇത് പലപ്പോഴും ഫലപ്രദമാകത്തില്ല എന്ന് മാത്രമല്ല അവർ ആ ലൈംഗിക താല്പര്യങ്ങളിൽ കൂടുതൽ ആസക്തരായിട്ട് മാറുകയും ചെയ്യും. നിങ്ങൾ കണ്ണടച്ചിട്ട് അടുത്ത 10 സെക്കൻഡ് നേരത്തേക്ക് കുരങ്ങന്മാരെ പറ്റി ഒന്ന് ചിന്തിക്കാതിരിക്കാൻ ശ്രമിച്ചു നോക്കിയേ. സാധിക്കുന്നുണ്ടോ? അതുപോലെ തന്നെയാണ് നമ്മളുടെ ലൈംഗിക ആഗ്രഹങ്ങൾ. അതിനെ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റുകയില്ല. അപ്പോൾ പിന്നെ എന്തോ ചെയ്യും? റീനയുടെ അഭിപ്രായത്തിൽ ഈ ലൈംഗിക ആഗ്രഹങ്ങളുമായിട്ട് കൂട്ടുകൂടുക എന്നുള്ളതാണ് ഏക വഴി. എന്താണ് ഈ ലൈംഗിക ആഗ്രഹങ്ങളുമായിട്ട് കൂട്ടുകൂടുക എന്ന് പറയുന്നത്? ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഈ ത്രീസം പോലെയുള്ള ഒരു ലൈംഗിക പ്രവൃത്തിയിൽ ഏർപ്പെടാൻ വളരെ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ തീവ്രത കുറയ്ക്കുവാൻ ഏറ്റവും നല്ല മാർഗം നിങ്ങൾ എന്താണ് ആ ഒരു ലൈംഗിക ആഗ്രഹം പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നതിലൂടെ നേടുവാൻ ആഗ്രഹിക്കുന്നത് എന്ന് കണ്ടുപിടിക്കുകയാണ്. നിങ്ങൾക്ക് ത്രീസം പോലെയുള്ള ഒരു ലൈംഗിക പ്രവൃത്തിയിൽ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞ് അത് അതുപോലെ തന്നെ നടപ്പിലാക്കണമെന്ന് കരുതേണ്ട ആവശ്യമില്ല എന്നാണ് റീന പറഞ്ഞത്. കാരണം നിങ്ങൾ ആ ഒരു ലൈംഗിക പ്രവൃത്തിയിലൂടെ നേടുവാൻ ആഗ്രഹിക്കുന്ന ആ ഒരു അനുഭവം
സുരക്ഷിതമായിട്ട് നേടുവാൻ വേറെയും മാർഗങ്ങളുണ്ട്. തൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വന്ന ദമ്പതികളുടെ അനുഭവം റീന പങ്കുവെക്കുകയുണ്ടായി. ഈ ദമ്പതികളിൽ ഭാര്യയ്ക്കായിരുന്നു ത്രീസമ്മിൽ പങ്കെടുക്കുവാൻ വളരെയധികം താല്പര്യം. ഭർത്താവിനെ സംബന്ധിച്ച് ഭയമായിരുന്നു കൂടുതലും. ഇതിന് ഒരു പരിഹാരം നിർദ്ദേശിക്കുന്നതിന് വേണ്ടിയാണ് അവർ തന്നെ കാണുവാൻ വന്നത്. കൗൺസിലിങ്ങിൻ്റെ ഭാഗമായിട്ട് താൻ ആ സ്ത്രീയോട് ചോദിച്ചത് അവർ ഈ ത്രീസം എന്ന് പറയുന്ന ലൈംഗിക പ്രവൃത്തിയിലൂടെ നേടുവാൻ ആഗ്രഹിക്കുന്നത് എന്താണ് എന്നായിരുന്നു. അതിന് മറുപടിയായിട്ട് അവർ പറഞ്ഞത് ആ ലൈംഗിക പ്രവൃത്തിയിൽ ഏർപ്പെടുന്ന സമയത്ത് ആ രണ്ട് പങ്കാളികളുടെയും ഒരു പൂർണ്ണ ശ്രദ്ധ തന്നിൽ മാത്രം ആയിരിക്കണം എന്നാണ്. ഈ ഒരു സ്വന്തം ലൈംഗിക സുഖവും രതിമൂർച്ചയും ഒക്കെ ഗ്രൂപ്പ് സെക്സിനെ പറ്റി, അതായത് പല പങ്കാളികളുമായിട്ട് സെക്സ് ചെയ്യുന്നതിനെ പറ്റി സ്വപ്നം കാണുന്ന സ്ത്രീകളിൽ സാധാരണയാണ് എന്നാണ് റീന പറഞ്ഞത്. പക്ഷേ ഇവിടെ അവരുടെ ഭർത്താവിന് ഒരു ത്രീസമിനോട് വലിയ താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ ആ ഭർത്താവിൻ്റെ വികാരങ്ങളെ മാനിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരുമിച്ച് പോൺ കണ്ടു തുടങ്ങാനാണ് താൻ സജസ്റ്റ് ചെയ്തതെന്ന് റീന പറഞ്ഞു. ഈ ത്രീസം പോലെയുള്ള ലൈംഗിക പ്രവർത്തികൾ പരീക്ഷിക്കുന്നതിന് മുമ്പ് ആ പങ്കാളികൾ തമ്മിൽ ഒരു പൂർണ്ണ സുതാര്യതയും വിശ്വാസ്യതയും ഒക്കെ വളരെ ആവശ്യമാണ്. ഈ ബെഡ്റൂമിൽ ഒരുമിച്ച് പോൺ കാണുന്നത് ഒന്നിലേറെ പങ്കാളികളുമായിട്ട് സെക്സിൽ ഏർപ്പെടുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ലൈംഗിക ഉത്തേജനം ഉണ്ടാക്കാൻ ഇടയുണ്ട്. അതുമല്ലെങ്കിൽ ഒരു റോൾ പ്ലേക്ക് ശ്രമിക്കാവുന്നതാണ്. എന്താണ് ഈ റോൾ പ്ലേ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തിയായിട്ടോ കഥാപാത്രമായിട്ടോ ഒക്കെ വേഷമണിഞ്ഞ് അല്ലെങ്കിൽ അഭിനയിച്ച് ബെഡ്റൂമിൽ സെക്സിൽ ഏർപ്പെടുന്ന ഒരു പ്രവൃത്തി. പല ദമ്പതികളും അവരുടെ കുളമായ ദാമ്പത്യ ബന്ധം രക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ത്രീസം പോലെയുള്ള ലൈംഗിക പ്രവൃത്തികൾ പരീക്ഷിക്കുന്നത്. ഇത് ആ ബന്ധം രക്ഷിക്കത്തില്ല എന്ന് മാത്രമല്ല, ഉള്ള ബന്ധം കൂടെ വഷളാക്കുകയും ചെയ്യും. പക്ഷേ ദമ്പതികൾ പരസ്പരം മനസ്സിലാക്കിയും സമ്മതിച്ചും കൊണ്ടുള്ള ഒരു തുറന്ന ലൈംഗികത ആ ദമ്പതികൾ തമ്മിലുള്ള ബന്ധം നിലനിന്നു പോകുവാൻ സഹായിച്ചിട്ടുള്ളതായിട്ട് തനിക്ക് അറിവുണ്ട് എന്നും റീന പറഞ്ഞു. ഈ നോൺ മോണോഗമി എന്ന് പറയുന്നത്, അതായത് തങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരു പുതിയ പങ്കാളിയുമായിട്ട് സെക്സിൽ ഏർപ്പെടുക എന്ന് പറയുന്നത് സ്കൂബ ഡൈവിംഗ് മാതിരിയാണ് എന്നാണ് റീന പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അവിടെ വേണ്ടത്ര പരിശീലനം ലഭിക്കാതെ കടലിലോട്ട് എടുത്ത് ചാടിക്കഴിഞ്ഞാൽ അതവിടെ ദുരന്തമായിരിക്കും സംഭവിക്കുക. പക്ഷേ അത് വേണ്ടത്ര പരിശീലനത്തിന് ശേഷം സുരക്ഷിതമായിട്ട് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ ഒരു പുതിയ ലോകം തന്നെ നിങ്ങൾക്ക് തുറന്നു തന്നേക്കാം എന്നും റീന പറഞ്ഞു. ഈ സ്കൂബ ഡൈവിംഗ് എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു പരിശീലകന്റെ സഹായത്തോടു കൂടെ മാത്രം പഠിക്കാൻ പറ്റുന്ന ഒരു കായിക വിനോദമാണ്. എന്ന് പറഞ്ഞതുപോലെ ഒന്നിലേറെ പങ്കാളികളുമായിട്ട് സെക്സിൽ ഏർപ്പെടുക എന്ന് പറയുന്നതും ഒരു സെക്ഷുവാലിറ്റി എക്സ്പേർട്ടിൻ്റെയോ ഇൻറ്റിമസി കോച്ചിൻ്റെയോ ഒക്കെ സഹായത്തോടു കൂടെ മാത്രം ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ് എന്നും റീന പറഞ്ഞു. ഈ യൂറോളജിസ്റ്റുകളും ഗൈനക്കോളജിസ്റ്റുകളും ആൻഡ്രോളജിസ്റ്റുകളും സൈക്കാട്രിസ്റ്റുകളും ഒന്നും സെക്സോളജിസ്റ്റുകളല്ല. അവരുടെ പ്രാഗൽഭ്യം എന്ന് പറയുന്നത് ലൈംഗിക രോഗങ്ങളും മാനസിക രോഗങ്ങളും ഒക്കെ ചികിത്സിക്കുന്നതിലാണ്. ഒട്ടുമിക്ക ലൈംഗിക പ്രശ്നങ്ങളും, അതായത് ഏകദേശം 80 മുതൽ 90% വരെയുള്ള ലൈംഗിക പ്രശ്നങ്ങളും ഒരു ഡോക്ടറിൻ്റെ അടുക്ക പോയി മരുന്ന് കഴിച്ചോ ഇഞ്ചക്ഷൻ ചെയ്തോ സർജറി ചെയ്തോ ഒന്നും നേരെയാക്കേണ്ട രോഗങ്ങളല്ല. അതുണ്ടാകുന്ന പ്രധാനമായിട്ട് നമുക്ക് സെക്സിലുള്ള അറിവില്ലായ്മയും അജ്ഞതയും നമ്മളുടെ കൾച്ചറും മതവിശ്വാസങ്ങളും ഒക്കെ സെക്സിനെ പറ്റിയും ജെൻഡറിനെ പറ്റിയും ഒക്കെ ഉണ്ടാക്കിയ യാതൊരു അടിസ്ഥാനമില്ലാത്ത കെട്ടുകഥകളുടെ സ്വാധീനത്തിൽ നിന്നുമാണ്. അപ്പം ഈ ഒരു സ്വാധീനത്തിൽ നിന്ന് മുക്തമാകാൻ നമുക്ക് വേണ്ടത് സമഗ്രമായിട്ടുള്ള ഒരു ലൈംഗിക വിദ്യാഭ്യാസം ഉൾപ്പെടുന്ന കൗൺസിലിങ്ങും ഒരു തുറന്ന സംഭാഷണവും മാത്രം മതി. നിങ്ങളുടെ ലൈംഗികതയ്ക്ക് എങ്ങനെ നിങ്ങളുടെ വ്യക്തിത്വത്തെയും ആത്മവിശ്വാസത്തെയും ഒക്കെ മാറ്റിമറിക്കാനുള്ള ഒരു ശക്തിയുണ്ട് എന്നതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഈ ത്രീസമ്മിൽ താല്പര്യം കാണിക്കുന്ന ഒട്ടുമിക്ക പുരുഷന്മാരും ചിന്തിക്കുന്നത് ഈ പോൺ സിനിമയിലൊക്കെ കാണുന്നത് പോലെ രണ്ട് സ്ത്രീകളും ആ പുരുഷന്റെ ലൈംഗിക ആനന്ദത്തിന് വേണ്ടിയാണ് സെക്സിൽ ഏർപ്പെടുന്നത് എന്നൊക്കെയാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷന്മാരുടെ ഒരു ദിവാസ്വപ്നം മാത്രമാണ്. അത് തന്നെയുമല്ല, ഈ ഒരു ചിന്താഗതിയോടുകൂടിയാണ് നിങ്ങൾ ത്രീസമ്മിൽ ഏർപ്പെടുന്നതെങ്കിൽ അത് ഉറപ്പായിട്ട് കുളമാവുകയും ചെയ്യും. ഈ ത്രീസം വർക്ക് ആവണമെന്നുണ്ടെങ്കിൽ ആ ലൈംഗിക പ്രവൃത്തിയിലുള്ള പൂർണ്ണ ആനന്ദവും സന്തോഷവും ഒക്കെ നിങ്ങളുടെ പങ്കാളിയുടേതോ അല്ലെങ്കിൽ പങ്കാളികളുടേതോ ഒക്കെ ആക്കി മാറ്റണം. അതുപോലെ തന്നെ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, മനുഷ്യന്റെ വികാരം എന്ന് പറയുന്ന പ്രതിഭാസത്തിന്റെ മേൽ നമുക്ക് പലപ്പോഴും നിയന്ത്രണമില്ല എന്നുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ത്രീസം പോലെയുള്ള ലൈംഗിക പ്രവൃത്തിയിൽ ഏർപ്പെടുമ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് അസൂയയോ അപമാനമോ അവഗണനയോ ഒക്കെ അനുഭവപ്പെടുകയാണെങ്കിൽ അത് പിന്നീട് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് വഴിതെളിക്കാനും ഒക്കെ ഇടയുണ്ട്. അപ്പം ഈ ഒരു അപകടം ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് റീന സജസ്റ്റ് ചെയ്ത ഒരു മാർഗം, ഒരു പുതിയ പങ്കാളിയെ കിടപ്പറയിൽ വിളിച്ചുകൊണ്ട് വരുന്നതിന് മുൻപ് ഈ AI പോലെയുള്ള ടെക്നോളജികൾ ഒക്കെ ഉപയോഗിച്ച്, അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലെയുള്ള ടെക്നോളജികളൊക്കെ ഉപയോഗിച്ച് വെർച്വലായിട്ട് ഒരു ത്രീസം പരീക്ഷിച്ച് നോക്കുകയാണ്. ഇത് പലപ്പോഴും ഒരു പുതിയ വ്യക്തിയുമായിട്ട് സെക്സ് ചെയ്തതിനെക്കാട്ടിലും വളരെ സേഫും റിസ്ക് കുറഞ്ഞതും എന്നാൽ അതുപോലെ തന്നെ ആനന്ദകരവും ഒക്കെ ആകാൻ സാധ്യതയുള്ള ഒരു മാർഗവും കൂടെയാണ്. ഈ ത്രീസം പോലെയുള്ള ലൈംഗിക പ്രവൃത്തി, അതായത് ഒരേ സമയം രണ്ട് വ്യക്തികളുമായിട്ട് സെക്സിൽ ഏർപ്പെടാൻ പലപ്പോഴും താല്പര്യം കാണിക്കുന്നത് ഏതെങ്കിലും ഒരു വ്യക്തി മാത്രമായിരിക്കും. അവരുടെ പങ്കാളിക്ക് അതിലൊട്ടും താല്പര്യം ഉണ്ടാകത്തുമില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എന്താണ് ഒരു പോംവഴി? ഇങ്ങനെയുള്ള സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരു കുഞ്ഞിനെ രണ്ടായിട്ട് മുറിച്ച് പരിഹാരം കാണുന്നത് പോലെയാണ് എന്നാണ് റീന പറഞ്ഞത്. അത് സാധ്യമല്ല.
ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഒരു തുറന്ന ബന്ധം പരീക്ഷിക്കുവാനായിട്ട് വളരെയധികം താല്പര്യം ഉണ്ടാവുകയും അവരുടെ പങ്കാളിക്ക് അതിലൊട്ടും താല്പര്യമില്ലാതെ വരികയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു കോംപ്രമൈസിന് സാധ്യമല്ല എന്ന് റീന പറഞ്ഞു. പല ദമ്പതികളും പലപ്പോഴും ഒരു കല്യാണം കഴിച്ചതിന് ശേഷമാണ് അവർ തമ്മിൽ ഒരു സെക്ഷുവൽ കമ്പാറ്റബിലിറ്റി, അതായത് ലൈംഗിക ചേർച്ച ഇല്ല എന്ന് മനസ്സിലാക്കുന്നത്. പക്ഷേ അപ്പോഴേക്കും ആ ഒരു ബന്ധം വൈകാരികമായിട്ട് വിച്ഛേദിക്കാൻ പറ്റാത്ത അത്രയും അടുത്ത് കഴിഞ്ഞിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ലൈംഗികതയിലുള്ള ഒരു പൊരുത്തം, ഒരു ദാമ്പത്യ ബന്ധം തുടങ്ങുന്നതിന് മുൻപ് തന്നെ മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ് എന്ന് റീന പറഞ്ഞു. താനീ പറഞ്ഞതിൻ്റെ അർത്ഥം പരിചയപ്പെട്ട ഉടൻ തന്നെ സെക്സിൽ ഏർപ്പെട്ട് പൊരുത്തം നോക്കണം എന്നല്ല. തുണി അഴിക്കാതെ തന്നെ സെക്സിൽ ഉള്ള പൊരുത്തം കണ്ടുപിടിക്കാൻ വേറെയും മാർഗങ്ങളുണ്ട്. അതിൽ ഒരു മാർഗം എന്ന് പറയുന്നത് പരസ്പരം വിശദമായിട്ട് തന്നെ ലൈംഗിക താല്പര്യങ്ങളെ പറ്റിയും ആഗ്രഹങ്ങളെ പറ്റിയും ഒക്കെ ചോദിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഈ സെക്ഷുവൽ ഇൻകമ്പാറ്റബിലിറ്റി, അതായത് ലൈംഗികതയിലുള്ള ഒരു പൊരുത്തമില്ലായ്മ ഒരു വലിയ പ്രശ്നം തന്നെയാണ് എന്നാണ് റീന പറഞ്ഞത്. ഈ ലൈംഗികത എന്ന് പറയുന്ന പ്രവൃത്തിയാണ് ദമ്പതികളെ അവരുടെ ഫ്രണ്ട്സുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നും, കൂടെ ജോലി ചെയ്യുന്നവരുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നും, കുടുംബാംഗങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നും ഒക്കെ വേർതിരിക്കുന്നത്. പക്ഷേ എന്നിട്ടും നമ്മൾ ഈ ലൈംഗിക പൊരുത്തത്തിന് ഇന്നും വേണ്ടത്ര ഒരു പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നും റീന പറഞ്ഞു. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇന്ത്യയിൽ ഈ ലൈംഗിക പൊരുത്തം അല്ലെങ്കിൽ യോനി പൊരുത്തം എന്ന് പറയുന്ന ചടങ്ങ് ഹിന്ദുക്കളുടെ കല്യാണത്തിന് മുമ്പ് ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ ഇന്നും നടത്തി വരുന്ന ഒരു ആചാരം തന്നെയാണ്. പുരാതന ഭാരതത്തിൽ ലൈംഗികതയ്ക്ക് എത്രത്തോളം പ്രാധാന്യം നൽകിയിരുന്നു എന്ന് വ്യക്തമാക്കുന്ന ഒരു ചടങ്ങ് കൂടിയാണ് ഈ യോനി പൊരുത്തം.